അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റിൽ മുംബൈയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പോർഷൻ തുടങ്ങുന്നത്. അപ്പോൾ മുംബൈയിൽ വെച്ചിട്ട് നമ്മൾ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ് പിന്നെ സണ്ണി ലിയോണിനെ ഞാൻ ഇതിലേക്ക് പങ്കെടുപ്പിക്കാം. കാരണം പുള്ളിയുടെ മകൻ്റെ റിലേറ്റീവാണ് ഈ സണ്ണിയുടെ മാനേജർ. അപ്പോൾ സണ്ണി നമ്മൾ സഹകരിക്കും. സാധാരണ പടങ്ങൾക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരില്ല. പിന്നെ അവർ മാർക്കറ്റിംഗ് സൈഡിൽ എല്ലാം നമ്മളോട് സഹകരിക്കും. ഞാൻ അത് ഏറ്റു എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ്. ആ ഓഫർ ഞാൻ സ്വീകരിക്കുകയാണ്. എൻ്റെ ആവശ്യമായിരുന്നില്ല ആക്ച്വലി സണ്ണി ലിയോണിയുടെ ഒരു സോങ് ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ആ പ്രൊഡ്യൂസറുടെ ആവശ്യം അത് പിന്നെ ആവശ്യമല്ല, അത് സജഷൻ ആ കറക്റ്റ് പൊസിഷനിലാണ്. ഞങ്ങൾ പടം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന തന്നെ ഈ സോങ്ങോട് കൂടിയാണ്. അപ്പം മുമ്പേ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ സോങ് യൂസ്ഫുൾ ആയി. അങ്ങനെയാണ് ആ സോങ് ഉൾപ്പെടുത്താൻ സണ്ണിയിൽ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. വേറെ സിനിമയ്ക്ക് വേണ്ടി സണ്ണിയെ പോയി സമീപിച്ച് ബാർഗെയിൻ ചെയ്ത് സംസാരിച്ച് നമുക്ക് എഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്രയും കോസ്റ്റ്, അവരുടെ റെമ്യൂണറേഷൻ കോസ്റ്റാണ്, അവരുടെ കോസ്റ്റ്യൂമിൻ്റെ കോസ്റ്റ് അത്ര വലുതാണ്, അതിന് സെറ്റപ്പ് ഡാൻസസ് ബോംബെ വെച്ച് ചെയ്യണം, വലിയ ചിലവുള്ള കാര്യത്തിന്. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതിൻ്റെ ഈ പടത്തിൻ്റെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല, അത് സെപ്പറേറ്റ് ബഡ്ജറ്റാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കതൊരു ഒരു ബോർഡ് തലേന്ന് ഇറങ്ങി. അങ്ങനെ സമാധാനമായിട്ട് ചെയ്തൊരു സോങ്ങാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയി വന്നിട്ട് വിഷ്വലി മനോഹരമായിട്ട് വന്നിട്ടുള്ള ഒരു സോങ്ങാണ്. നിഖിലിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത്. 1.5 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ സോങ് തീർക്കുന്നത്. ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അത്രയധികം ഷോർട്സ് ഉണ്ട്, അത്ര വലിയൊരു ക്യാൻവാസിൽ ചെയ്തൊരു സോങ്ങാണ്. ഏറെ സന്തോഷമുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു സോങ് ഉൾപ്പെടുത്താൻ പറ്റിയത്.